ആറാട്ടുപുഴ കടൽ തീരത്ത് കണ്ടെത്തിയ കണ്ടെയ്നർ നീക്കം ചെയ്യാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ പറഞ്ഞു. അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറിൽ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തീരദേശത്ത് ജനങ്ങൾ ജാഗരൂകരായിരുന്നു. ഇപ്പോൾ ആറാട്ടുപുഴയിൽ കണ്ടെയ്നർ കണ്ടെത്തിയതോടെ ഉണ്ടായിരിക്കുന്ന ആശങ്ക പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആറാട്ടുപുഴ ഭാഗത്ത് കടലിൽ കണ്ടെത്തിയ കണ്ടെയ്നർ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിൽ കൊച്ചിയിൽ കപ്പലിൽ നിന്ന് കടലിലേക്ക് പോയിട്ടുള്ള കണ്ടെയ്നറുകളിൽ ഒന്ന് ആറാട്ടുപുഴ പഞ്ചായത്തിലെ 7-ാം വാർഡിൻ്റെ കടൽ തീരത്ത് മുട്ടും സീവാളുമുള്ള ഭാഗത്ത് അടിഞ്ഞ് അത് മുട്ടിൽ അല്ലെങ്കിൽ കരിങ്കല്ലുമായിട്ട് അടിച്ച് അത് പൊട്ടിയിട്ടുണ്ട്. പൊട്ടി അതിൽ നിന്ന് ചെറു പീസുകളും അതുപോലെ തന്നെ ചില പാക്കറ്റുകൾ ഇത് ഒഴുകി തെക്കോട്ടുള്ള തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഹാർബറിൽ കായംകുളം ഫിഷിംഗ് ഹാർബറിൽ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേലിയേറ്റം ആരംഭിക്കാൻ പോവുകയാണ്. വേലിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ പോകത്തില്ല. കണ്ടെയ്നർ മുട്ടിനും സീവാളിനും ഇടയ്ക്ക് കിടക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും പൊട്ടിപ്പോകുന്ന സാധനങ്ങൾ ഒഴുകി കായൽ തീരത്തും പരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കടൽ തീരത്തും കായൽ തീരത്തും ഇതെല്ലാം കൂടെ വരുന്നതിലുള്ള ഒരു ആശങ്ക, ഇതെന്തുവാണെന്നറിയാൻ വയ്യാത്ത ജനങ്ങളുടെ ഒരു ഭീതി അത് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ നമ്മുടെ തീരത്ത് നിന്നും അതുപോലെ തന്നെ കായൽ തീരത്ത് നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ കണ്ടാൽ അതിനടുത്തേക്ക് പോകരുതെന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗരൂകരായിരുന്നു. എന്നാൽ ആറാട്ടുപുഴ ഭാഗത്ത് കണ്ടെയ്നർ കണ്ടെത്തിയത് സംബന്ധിച്ച ആശങ്ക അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.